ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. 10 കോടി രൂപ അനുവദിച്ചാണ് കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും നിർമ്മാണം നടത്തിയിരിക്കുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കിക്ക് സമീപമാണ് ടൂറിസം വില്ലേജ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇടുക്കി പാർക്കിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുവാൻ പുതിയ പദ്ധതികൾ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. ഫോട്ടോ ഫ്രെയിംസ് അറ്റ് 7 ലൊക്കേഷൻസ് ഇടുക്കി എന്ന പദ്ധതിയും വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇടുക്കി. ഇപ്പോൾ ഏറ്റവും അധികം വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലയും ഇടുക്കിയാണ്. സർവകാല റെക്കോർഡിലാണ്. ഇടുക്കിയിലെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണുമെന്റ്സ് ടൂറിസം വില്ലേജ് എന്ന പദ്ധതി. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി പരുവപ്പെടുത്തി എടുത്തതാണ് ഇന്നത്തെ ഇടുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ്, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു.